ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. നിവിനും കാവേരിയും കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയിൽ കയറിയിട്ട് വരികയാണ്. അപ്പോൾ കാവേരി വണ്ടിയിലിരുന്ന് വിഷമത്തിൽ കരയുകയാണ്. കാരണം കാവേരിയുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ സ്ഥലം കൈവിട്ടു പോകുമെന്ന് ഏകദേശം കാവേരിക്ക് ഒരു ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിലിരുന്ന് കരയുകയാണ് കാവേരി. അപ്പോൾ കാവേരിയുടെ കരച്ചിൽ കണ്ടപ്പോൾ നിവിൻ വണ്ടി ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തും. എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാവേരി വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നിൽക്കുകയാണ്. പുറത്തോട്ട് നിൽക്കുന്ന സമയത്ത് നിവിൻ വന്നിട്ട് പറയും, എന്താ കാവേരി നീ ഇങ്ങനെ, നീ വളരെ ബോൾഡാണെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന്. അപ്പോൾ കാവേരി പറയുകയാണ്, അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. അതായത് അച്ഛൻ മരിക്കുന്ന തലേ ദിവസം രാത്രി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം വാരിത്തരുകയും ഒക്കെ ചെയ്തു. പിറ്റേ ദിവസം ഗംഗ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. ഗംഗ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ്റെ കൂടെയുള്ള എൻഗേജ്മെൻറ്റ്. ഞങ്ങളെല്ലാവരും അത്രയും സന്തോഷത്തിലായിരുന്നു. പിന്നെ ജയബാലന് ഇങ്ങനെ ഒരു സ്വത്ത് ആവശ്യമുണ്ടെങ്കിൽ അത് അച്ഛനോട് പറഞ്ഞിട്ട് തന്നെ അത് വാങ്ങാമായിരുന്നു. ഇത് ജയബാലൻ ചതിച്ചതറിഞ്ഞിട്ടാണ് അച്ഛൻ നെഞ്ചു പൊട്ടി മരിച്ചത്. ഇപ്പോൾ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലവും പോയി, അച്ഛനെയും പോയി. സ്ഥലം പോട്ടെന്ന് വെച്ചാലും അച്ഛനെ ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമായി പോയി. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നിവിൻ. എൻ്റെ അച്ഛൻ ഞങ്ങൾ മക്കളെയെല്ലാം അത്രയ്ക്കധികം സ്നേഹിച്ചിരുന്നതാണ്. ഒരു കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ പക്ഷം പറയാതെ ഞങ്ങളുടെ സൈഡിൽ നിന്നിരുന്ന ആളാണ് അച്ഛൻ. അങ്ങനെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്ന് കരയണം. അപ്പോൾ കാവേരി കരഞ്ഞപ്പോൾ കാവേരിക്കൊരു തളർച്ച പോലെ തോന്നുകയാണ്. അപ്പോൾ ഈ തളർച്ച പോലെ തോന്നുമ്പോൾ നിവിൻ കാവേരിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാവേരി. പക്ഷേ നല്ല നല്ല കാര്യമായിട്ട് തന്നെ കാവേരി വിഷമങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ കരച്ചിൽ തടയാൻ പറ്റുന്നില്ല. അവൾ നന്നായി കരയുന്നുണ്ട്. ഇതേ സമയമാണ് നമ്മുടെ ജയപാലനും മകനും കാറിൽ ആ വഴി വരുന്നത്. അങ്ങനെ ആ വഴി വരുമ്പോൾ ജയപാലൻ്റെ മകൻ പറയും, ദേ അച്ഛാ നോക്ക്, അവിടെ ആരാ നിൽക്കുന്നത് എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ജയപാലൻ നോക്കുമ്പോൾ വണ്ടി നിർത്തിയിട്ടിട്ട് വണ്ടിയുടെ മുന്നിൽ നിവിനും കാവേരിയും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജയപാലൻ മെല്ലെ വണ്ടി ഒരു സൈഡിലോട്ട് ഒതുക്കി നിർത്തും. എന്നിട്ട് മകനോട് പറയും, നീ ഒരു കാര്യം ചെയ്യ്, അത് ക്യാമറയിൽ വീഡിയോ എടുക്ക്, നിൻ്റെ ഫോണിൽ വീഡിയോ എടുക്ക്. അപ്പോൾ അവൻ എന്തു ചെയ്യും, അവൻ്റെ ഫോൺ എടുത്തിട്ട് ജയപാലൻ്റെ മകൻ വീഡിയോ എടുത്തിട്ട് നന്നായി സൂം ചെയ്ത് നല്ല ക്ലാരിറ്റിയിൽ കറക്റ്റ് ഫേസ് മനസ്സിലാവുന്ന രീതിയിൽ ഇവരുടെ വീഡിയോസ് എടുക്കുകയാണ്. അതിനുശേഷം ഇവർ വണ്ടിയായിട്ട് നിവിനെയും കാവേരിയെയും ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അവർ നിവിനും കാവേരിയും നന്നായി വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ നിവിനും കാവേരിയും ഇതറിയുന്നില്ല. നിവിൻ കാവേരി സമാധാനിപ്പിക്കുന്ന ആ ഒരു തിരക്കിൽ അവനിതറിയുന്നില്ല. അപ്പോൾ നിവിൻ പിന്നെയും കാവേരീനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കാവേരിക്കൊരു ചിന്ത വരിക. അയ്യോ, ഞാനിപ്പോൾ നിവിൻ്റെ ദേഹത്താണല്ലോ ചാരി നിൽക്കുന്നത് എന്നാലോചിച്ച് കാവേരി പെട്ടെന്ന് തന്നെ എണീക്കും. എന്നിട്ട് ചോദിക്കും, നിവിൻ എനിക്ക് എന്താ പറ്റിയത്, ഞാൻ എന്താ ചെയ്തത്, എന്താ ഉണ്ടായതോ എന്ന് എന്നോട് പറയുമോ? അതൊന്നുമില്ല കാവേരി ഇങ്ങനെ അച്ഛനെക്കുറിച്ചുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാവേരിക്കൊരു തളർച്ച പോലെ തോന്നി. അപ്പോൾ ആ തളർച്ച പോലെ തോന്നിയപ്പം ഞാൻ കാവേരിയെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കാവേരി പറയും, സോറി നിവിൻ, ഞാൻ ആകെ ഇമോഷണലായി പോയപ്പോൾ പറ്റിപ്പോയതാണ്, നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറയണം. അപ്പോൾ നിവിൻ പറയും, നിനക്ക് നിൻ്റെ മൂഡ് ശരിയല്ല, നിനക്കൊന്ന് റീഫ്രഷ് ആവാൻ നമുക്കൊരു ലോങ് ഡ്രൈവ് പോകാമെന്ന് പറഞ്ഞ് അവർ കാറിൽ കയറിയിട്ട് ഒരു ഡ്രൈവിലോ പോവായിരുന്നു. അപ്പോൾ ഇതേ സമയം നിവിൻ്റെ റിസോർട്ടിൽ രാജേശ്വരിയുടെ ഭർത്താവ് സത്യേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഛത്തീസ്ഗഡിലെ ബിസിനസ്സൊക്കെ തൽക്കാലത്തേക്കൊന്ന് നിർത്തിയിട്ട് ഇങ്ങോട്ട് വരൂ, നിങ്ങൾ അവിടെ നിന്ന് വരുന്ന നേരം കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത് ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജയപാലനും മകനും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രാജേശ്വരി ചായ എടുക്കാം, പായസം കൊണ്ടുവരാം എന്നൊക്കെ, കുടിക്കാൻ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജയപാലൻ്റെയും മകൻ്റെയും മുഖത്തൊരു തെളിച്ചമില്ല. അപ്പോൾ രാജേശ്വരി ചോദിക്കും, എന്താ ജയപാലേട്ട, എന്താ പ്രശ്നം, നിങ്ങൾ വന്ന കാര്യം പറ. അപ്പോൾ ജയപാലൻ പറയും, ഞാൻ നിന്നോട് കുറേ കാലമായില്ലേ രാഗിണിയുടെ കാര്യം പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങുന്നു, ആ ഒരു കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കി നിൻ്റെ മകൻ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത്,
നിൻ്റെ മകൻ നിനക്കെന്നും കുട്ടിയായിരിക്കും. പക്ഷേ ഈ മകൻ കാണിക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് അറിയുമ്പോൾ നീ അപ്പോൾ ചിലപ്പോൾ ഇത് പരദൂഷണമാണ് അവർ നിൻ്റെ മകനെക്കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നീ പറയുക. അങ്ങനെയായിരിക്കും നീ വിശ്വസിക്കുക. പക്ഷേ മകൻ കൊള്ളരുതായ്മകൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും ഓരോരോ വിപത്തുകൾ കാണുക. അപ്പോൾ നിൻ്റെ മകനെ കുറിച്ചിട്ട് പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. കാവേരിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിൻ്റെ മകനാണ് നോക്കുന്നത് എന്നൊക്കെ നിനക്കറിയാലോ. ഇപ്പോൾ അവൻ ആ ഒരു ലെവലും കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. നീ ഈ വീഡിയോ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ് ജയപാലൻ്റെ മകൻ വീഡിയോ കാണിച്ചു കൊടുക്കണം. അപ്പം രാജേശ്വരി എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫോൺ വാങ്ങി നോക്കുമ്പോൾ നിവിൻ കാവേരിയും ചേർന്ന് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത്. ആ ഷൂട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ അതിൽ നിവിൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മുഖത്തൊക്കെ തലോടുകയും ശരീരത്ത് കൈതട്ടി ഷോൾഡറിൽ കൈതട്ടി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ രാജേശ്വരി അങ്ങനെ ചൂടാവുന്നൊന്നുമില്ല. കാരണം രാജേശ്വരിയോട് ഓൾറെഡി നിവിൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിവിന് കാവേരി ഇഷ്ടമാണെന്ന്. അപ്പോൾ രാജേശ്വരി പറയും, ഞാൻ കണ്ടു ഏട്ടാ, എനിക്ക് മനസ്സിലായി. ഇതിനിപ്പോൾ എന്താണ് ഒരു സൊല്യൂഷൻ? ഞാൻ അവൻ്റെ ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് പുറത്തേക്ക് ഈ കറക്കത്തിനെ കുറിച്ചിട്ടൊക്കെ അവനെ ഞാൻ മുന്നേ വിലക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല. സത്യേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, സത്യേട്ടനോട് ഉടൻ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയപാലൻ പറയും, നിൻ്റെ ഭർത്താവ് അളിയൻ പെട്ടെന്ന് വരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അളിയന് ബിസിനസ്സും കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടേ കുടുംബമൊക്കെ ഉള്ളൂ. അപ്പോൾ നീയായിട്ട് തന്നെ ഇതിന് എന്തെങ്കിലും ഒരു തടയിടാൻ ശ്രമിക്കണം എന്ന് പറയുകയാണ്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ചേട്ടാ, അവൻ അനുസരിക്കാഞ്ഞിട്ടാണ് എന്ന്. അപ്പോൾ ജയപാലൻ പറയും, ഈ പറഞ്ഞാൽ നിൻ്റെ മകനല്ലേ അനുസരിക്കാത്തുള്ളൂ, ആ പെണ്ണ് അനുസരിക്കുമല്ലോ. കാവേരിയോട് ഞാൻ പറയാനോ? ജയപാലേട്ടൻ എന്താ ഈ പറയുന്നത്? നീ കാവേരിയോട് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അവളുടെ വീട്ടിൽ പോയി സംസാരിക്കണം. പിന്നെ അവളുടെ വീട്ടിൽ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിൽ നിവിനാണ് ഒരു കാര്യസ്ഥനെ പോലെ അത് നടക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ വീട്ടിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും നീ പൈസ കൊടുത്ത് വാങ്ങിയ കാറാണ് അവരുടെ കാര്യങ്ങൾക്ക് ഓടുന്നത്. അവനൊരു ഡ്രൈവറെ പോലെയാണ് അവരുടെ അടുത്ത്. പിന്നെ ഗംഗയുമായിട്ടുള്ള കല്യാണം സുജാത വിനീതിനെ വീട്ടിൽ പൂട്ടിയിട്ടപ്പോൾ ഗംഗയെ കാവേരിയും നിവിനും കൂടിയിട്ട് പോയിട്ടാണ് അവനെ വിളിച്ചു കൊടുക്കുന്നത്. ഇവൻ ആരോ വല്ല ഹനുമാനെ പോലെയാണ് ചില കാര്യങ്ങളൊക്കെ. സീതയെ രക്ഷിച്ച് കൊണ്ടുവന്ന ശ്രീരാമൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന പോലെയാണ് അവൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവൻ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ രാഗിണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ രാഗിണിയുടെ കാര്യത്തിൽ നീ എന്തായാലും ഒരു തീരുമാനത്തിലെത്തണം. അവളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നീ കൃത്യമായിട്ട് പറയണം എന്ന് പറയണം. അപ്പോൾ രാജേശ്വരി പറയും, രാഗിണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഞാനാണ്. ഇതൊക്കെ ചുമ്മാ ഒരു കുട്ടിക്കളി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും അതൊക്കെ അവനോട് സംസാരിച്ച് ശരിയാക്കാം. പിന്നെ രാഗിണിയുടെ കല്യാണക്കാര്യം തീരുമാനിച്ചിട്ടുള്ളത് രാജേശ്വരിയാണ്, ഞാനാണ്. അതുകൊണ്ട് അതിലൊന്നും ഒരു മുടക്കവും വരില്ല എന്ന് പറയുകയാണ്. പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുജാതയും വിനീതിനെയും കാണിക്കുന്നത്. സുജാത പറയുമ്പോഴാണ് കേസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ കാവേരിയുടെ കൂടെ നടക്കുന്നത് നിവിനാണെന്ന് വിനീത് അറിയുന്നത്. അപ്പോൾ വിനീത് ചോദിക്കുകയും ചെയ്യും, എന്നോട് ഒരു വാക്കുപോലും അവൻ പറഞ്ഞില്ലല്ലോ, അതെന്താ അവൻ എന്നോട് പറയാഞ്ഞതെന്ന്. അപ്പോൾ സുജാത പറയും, കാവേരിയും നിവിനും പഠിച്ചവരല്ലേ, അപ്പം മോൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാവും അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക, അതായിരിക്കും എന്ന് പറയും. അപ്പോൾ ഇതേ സമയത്താണ് നമ്മുടെ രാജലക്ഷ്മി താഴ്വാരം വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ കാറ് നിർത്തിയിട്ട് രാജലക്ഷ്മി ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഈ മഹാനദി ഹോം സ്റ്റേയുടെ ബോർഡ് രാജലക്ഷ്മി കാണുന്നത്. രാജലക്ഷ്മിക്ക് അത് കണ്ടപ്പോൾ വളരെ ഒരു പുച്ഛമാണ് തോന്നുന്നത്. അങ്ങനെ രാജലക്ഷ്മി ആ വീട്ടിലോട്ട് കയറി വരും. എന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയം തന്നെ വിനീത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വന്നത് ഗംഗ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് വിനീതിൻ്റെ അടുത്ത്. അപ്പോൾ ഇല്ല അമ്മായി, ഗംഗ വന്നിട്ടില്ല ഇങ്ങോട്ട്, കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശാരദ വിളിക്കുന്നുണ്ട്, ഗംഗയെ വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗംഗ വരുന്ന സമയത്താണ് ഈ കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അപ്പോൾ വിനീത് പറയും, ഞാൻ പോയി വാതിൽ തുറക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ വിനീത് വാതിൽ തുറക്കാൻ വേണ്ടി പോയ സമയത്ത് ഗംഗയോട് ശാരദ ചോദിക്കും, നീ എന്താ വിനീത് വന്നിട്ട് അവനെ ശ്രദ്ധിക്കാഞ്ഞതെന്ന്.
അപ്പോൾ ഗംഗ പറയും, വിനീതേട്ടന് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ല, പിന്നെ ഞാൻ എന്തിനാണ് വിനീതേട്ടൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സുജാത പറയും, നീ എന്ത് കാര്യമാണ് ഈ പറയുന്നത്, നിനക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലേ, ഇങ്ങനെ തോന്നിയതുപോലെ നടന്നാൽ എങ്ങനെ ശരിയാവും, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും, മര്യാദയ്ക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളുണ്ട്, അത് നിൻ്റെ കടമയാണ് എന്നൊക്കെ പറഞ്ഞ് ഗംഗയെ വഴക്ക് പറയണം. അപ്പോൾ ഇതേ സമയം വിനീത് നമ്മുടെ രാജലക്ഷ്മിയും കൂട്ടിയിട്ട് വീടിൻ്റെ അകത്തോട്ട് കയറി വരികയാണ്. ഈ കയറി വരുമ്പോഴാണ് ഗംഗയെ വഴക്ക് പറയുന്ന ശാരദയെ കാണുന്നത്. അപ്പോൾ രാജേശ്വരി കുറച്ച് കുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യും ഗംഗേനെയും ശാരദേനെയും. അപ്പോൾ ശാരദ നല്ല മറുപടിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ വിനീതിനെയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനീത് പറയും, രാജേശ്വരി ആൻറ്റി, ഞാൻ നിവിൻ്റെ അമ്മയാണെന്നുള്ള കൺസിഡറേഷനിലാണ് ആൻറ്റിയുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചത്. പക്ഷേ ആൻറ്റി ഇപ്പോൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ തരത്തിൽ എനിക്കും സംസാരിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ രാജേശ്വരി പറയും, നീയാണല്ലോ ഇപ്പോൾ ഈ വീടിൻ്റെ ഗ്രഹനാഥൻ, ഞാനത് ആലോചിച്ചില്ല. പിന്നെ നിങ്ങളുടെ മകളെവിടെ ആ മരം കയറി? അപ്പോൾ ശാരദ പറയും, എൻ്റെ മക്കൾക്ക് ഞാൻ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, ഓരോ പട്ടങ്ങളൊന്നും ചാർത്തിയിട്ടില്ല എന്ന്. അപ്പോൾ രാജേശ്വരി മറുപടി ഇങ്ങനെയാണ് പറയുക, അത് ശരിയാണ്, നിങ്ങൾ പേരിട്ടിട്ടൊക്കെ പുറത്തേക്ക് വിട്ടു, പക്ഷേ പട്ടം ചാർത്തുന്നൊക്കെ നാട്ടുകാരായിരിക്കും, നിങ്ങളുടെ മക്കളെ മര്യാദയ്ക്ക് നോക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ശാരദ ചോദിക്കും, നിങ്ങൾ എന്ത് പറയാനാണ് ഈ വന്നിട്ടുള്ളത്, കുറേ നേരമായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയും. അപ്പോൾ രാജലക്ഷ്മി കയ്യിലുള്ള ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇത് നോക്ക് എന്ന് പറയും. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാവും, കാരണം ഇങ്ങനൊരു വീഡിയോ ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ്, രാജലക്ഷ്മി പറയുകയാണ്, നിൻ്റെ മകള് ഒരു പുളിങ്കമ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്, മര്യാദയ്ക്ക് അവളോട് ഇതിൽ നിന്ന് പിന്മാറിക്കോളാൻ പറഞ്ഞോളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം ഞാൻ ആരാണെന്ന് നിങ്ങളറിയും. പിന്നെ നിങ്ങളുടെ മകളേനെ ഒരിക്കലും ഞാനൊരു മരുമകളായിട്ടൊന്നും അംഗീകരിക്കില്ല. അവൾ എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകൻ അവളെങ്ങാനും കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളുടെ മുഖത്ത് തിളച്ച വെള്ളം ഒഴിച്ചിട്ടായിരിക്കും അവളെ സ്വീകരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മകളേനെ നിലയ്ക്ക് നിർത്തി വളർത്തിക്കോളുണ്ട് എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ടാണ് രാജേശ്വരി അവിടെ നിന്ന് മടങ്ങുന്നത്. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിലെ വിശേഷങ്ങളും പ്രൊമോ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക.